ഹായ്, എൻ്റെ പേര് ശ്യാം. വെൽക്കം ടു മലയാളം ആർക്കിടെക്ചർ ട്യൂട്ടോറിയൽസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റെവിറ്റിൻ്റെ ഒരു ട്യൂട്ടോറിയൽസ് ആണ് നോക്കുന്നത്. മറ്റൊന്നുമല്ല, നിങ്ങളിപ്പോൾ തമ്പനിയിൽ കണ്ടതുപോലെ തന്നെ ഒരു എന്താ പറയുക, ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു എലിവേഷൻ. ഓക്കെ, നിങ്ങളിപ്പോൾ അതേ സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു എലിവേഷൻ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. അതും റെവിറ്റിൽ, ഫോട്ടോഷോപ്പ് യൂസ് ചെയ്യാതെ. ഓക്കെ, അപ്പം പ്ലാനൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ പ്രസൻറ്റ് ചെയ്യുന്നതും നേരത്തെ വീഡിയോയിൽ കണ്ടതാണ്. പെർസ്പെക്റ്റീവായിട്ടുള്ള പ്ലാനൊക്കെ നമ്മൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോർമലി പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു എലിവേഷൻ, വീടിൻ്റെ ഫ്രണ്ട് വ്യൂ അതല്ലെങ്കിൽ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ട് വ്യൂ, സൈഡ് വ്യൂ ഒക്കെ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അതെന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ക്ലയൻറ്റിനെ ഇമ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കും. നോർമലി ഒരു 2D സ്കെച്ച് അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്കെച്ച് കൊടുക്കുന്നതിനെക്കാട്ടി നല്ലത് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഈ ഒരു ഇമേജ് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒരു ഇമ്പ്രഷൻ ആയിരിക്കും. മനസ്സിലായില്ലേ? അപ്പം ഇതെങ്ങനെ നമുക്ക് റെവിറ്റിൽ തന്നെ ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. സോ അതിനായിട്ട് നിങ്ങൾ റെവിറ്റ് ഓപ്പൺ ചെയ്യുക, നിങ്ങളുടെ പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്ത് വെക്കുക. ഓക്കെ, ഞാൻ നോർമലി ഇത് എൻ്റെ ഒരു പഴയ ഒരു പ്രൊജക്റ്റ് ഫയൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതിനകത്താണ് നമ്മൾ ചെയ്യുന്നത്. സോ നമുക്ക് എലിവേഷൻ ആയതുകൊണ്ട് ഞാൻ സൗത്ത് എലിവേഷനിലോട്ട് പോവുകയാണ്. സൗത്ത് എലിവേഷനിൽ ഓക്കെ, ഇതാണ് നമ്മുടെ എലിവേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതാണ് ഞാൻ ഇതിപ്പോൾ ഫ്രണ്ട് വ്യൂ ആണ്. സോ ഇതാണ് ഞാനിപ്പം മറ്റേ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഈ ഒരു വ്യൂവിലേക്ക് മാറ്റുന്നത്. അതെങ്ങനെയാണെന്നാണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. സോ അതിനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ലൈൻസ് ഒക്കെ മാറ്റുക എന്നുള്ളതാണ്. നമ്മുടെ ലെവൽസും അതുപോലെ അനോട്ടേഷനൊക്കെ മാറ്റണം. സോ അതിനായിട്ട് നിങ്ങൾ വിസിബിലിറ്റി ആൻഡ് ഗ്രാഫിക്സിൽ ചെന്നിട്ട് ഒന്ന് എഡിറ്റ് ചെയ്യുക. അതേ നിങ്ങളുടെ ഗ്രാഫിക്സിൻ്റെ എടുത്തിട്ടുണ്ട്. അവിടുന്ന് അനോട്ടേഷൻ കാറ്റഗറി ഉണ്ട്. ജസ്റ്റ് ഇതൊന്ന് അൺടിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുത്താൽ നമ്മുടെ ആ അനോട്ടേഷൻസ് എല്ലാം അങ്ങ് പോയി കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ കൃത്യമായിട്ടുള്ള ഈ ഒരു വ്യൂ കിട്ടും. ദെൻ നമുക്കിതിനെ ക്രോപ്പ് ചെയ്യാം. ഇവിടെ ക്രോപ്പ് ഉണ്ട്. ക്രോപ്പ് കൊടുത്തിട്ട് ക്രോപ്പ് റീജിയൻ കാണിച്ചാൽ നമ്മുടെ ക്രോപ്പ് റീജിയൻ വന്നിട്ടുണ്ട്. സോ നമ്മുടെ ക്രോപ്പ് റീജിയനും വന്നിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് ജസ്റ്റ് റൈറ്റിലേക്ക് ഡ്രാഗ് ചെയ്യുകയാണ്, ജസ്റ്റ് ഒന്ന് ഒരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട്, മീൻസ് ആ ഒരു റേഷ്യോ കിട്ടാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്രോപ്പ് റീജിയൻ വന്നിട്ടുണ്ട്. സോ ഇതിനകത്താണ് നമ്മൾ ഇനി ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. അതെങ്ങനെയാണെന്നാണ് ഇനി നോക്കുന്നത്. നമുക്ക് ഇതിനകത്ത് ചെറിയൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട് താഴെ. അതായത് നിങ്ങൾ ഇവിടുന്ന് ഫൈൻ കോഴ്സ് മാറ്റിയിട്ട് ഫൈൻ കൊടുക്കുക. അതുപോലെ തന്നെ ഷാഡോ ഓൺ ആണെന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, ഇപ്പോൾ ഷാഡോ ഓഫാണ്, ഷാഡോ ഓൺ ആക്കുക. ഷാഡോ ഓൺ ആക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടുന്ന് ഇത് ഹിഡൻ ലൈനിലേക്ക് മാറ്റുക. ഓക്കെ, നമുക്ക് ടൈം ഉണ്ട്. സോ നിങ്ങൾ ഹിഡൻ ലൈനിലേക്ക് മാറ്റിയിട്ട് ശേഷം ഗ്രാഫിക് ഡിസ്പ്ലേ ഓപ്ഷൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് ഷാഡോ ഉണ്ട്. ഓക്കെ, ഷാഡോ ഓപ്പൺ ചെയ്തിട്ട് ആംബിയൻറ്റ് ഷാഡോ ഓൺ ആക്കുക, ടിക്ക് ചെയ്യുക. then അപ്ലൈ കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടെ ചെറിയൊരു ചേഞ്ച് വരുന്ന കാണാം. കണ്ടില്ലേ? സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് തൊട്ട് താഴെ ലൈറ്റിംഗ് ഉണ്ട്. ലൈറ്റിംഗ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഷാഡോസിൻ്റെ ആ ഒരു റേഞ്ച് ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുക്കുക. നിങ്ങൾക്ക് ഒരു കൂളായിട്ട് തോന്നുന്ന എവിടെയാണോ ആ ഒരു ലെവൽ വരെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുക്കുക. ഓക്കെ, എനിക്കിപ്പം ഇത് ഫൈനാണ്. ഒരു 25 വരുമ്പോൾ എനിക്ക് ഫൈനാണ്. ദെൻ നമുക്ക് ഈ ഡെപ്ത് എന്നുള്ളതൊന്ന് ചേഞ്ച് ചെയ്യാം. സോ ഡെപ്ത് ക്ലിക്ക് ചെയ്യുക. അവിടുന്ന് ഷോപ്പ് ഡെപ്ത് എന്ന് പറയുന്നത് ഓൺ ആക്കി ഇടുക. ദെൻ നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ അതിൻ്റെ ആ ഒരു ഫീൽഡ് ഡെപ്ത് മനസ്സിലാവും. ഓക്കെ, നിങ്ങൾ മാക്സിമം നമ്മുടെ ഈ ഫ്രണ്ടിലുള്ള എലമെൻറ്റ്സ് ഒന്ന് ഫോക്കസ് ചെയ്യുന്ന രീതിയിൽ, ആ കാറൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്യുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് വെക്കുക. ഓക്കെ, ഓക്കെ, ഇപ്പോൾ പക്കായിട്ട് വന്നിട്ടുണ്ട്. ദെൻ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ കുറയ്ക്കുന്നതിനനുസരിച്ച് അത് ഫെയ്ഡായിട്ട് വരും. ഓക്കെ, അപ്പോൾ അത്രയ്ക്ക് നമുക്ക് വേണ്ട. നമുക്കൊരു 76-75 ആ ഒരു റേഞ്ചിൽ വേണം. അപ്പോൾ ഈ റേഞ്ച് ഓക്കെ ആണ്. ദെൻ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടാണ്. ബാക്ക്ഗ്രൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ അവിടെ സ്കൈ കൊടുക്കാം. സ്കൈ കൊടുക്കുന്നതിനെക്കാട്ടി നല്ലത് ഗ്രേഡിയൻറ്റ് കൊടുക്കുന്നതാണ്. ഗ്രേഡിയൻറ്റ് നിങ്ങൾക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാം കളറ്. ദെൻ അപ്ലൈ കൊടുത്താൽ ഓക്കെ, നമുക്ക് അങ്ങനൊരു ഇത് വന്നിട്ടുണ്ട്. ഓക്കെ, അതായത് ഒരു ഗ്രേഡിയൻറ്റ് വന്നിട്ടുണ്ട്. ദെൻ ഓക്കെ ഹിറ്റ് ചെയ്യുക. ദെൻ നമുക്ക് നമ്മുടെ ഈ ട്രീസിൻ്റെയൊക്കെ ഒരു ഔട്ട്ലൈൻ പോലില്ലേ, അത് ജസ്റ്റ് ഒന്ന് മാറ്റാം. അതിനായിട്ട് നിങ്ങൾ ഒരു ട്രീ ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ക്രിയേറ്റല്ലോ ഓക്കെ, സെലക്ട് ആൾ ഇൻസ്റ്റൻറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. വിസിബിൾ വ്യൂ കൊടുത്താൽ ആ ഒരു വ്യൂവിലുള്ള എല്ലാം സെലക്ട് ആവും. ഓക്കെ, നമുക്ക് ഈ ഒരു 2 എണ്ണം വേറെയാണ്. സോ നമുക്ക് വേറെ ചേഞ്ച് ചെയ്യാം. സോ നമ്മളിപ്പോൾ 2 എണ്ണം സെലക്ട് ആയിട്ടുണ്ട്. ദെൻ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഓവറൈഡ് ഗ്രാഫിക് സെറ്റിങ്സ് ഉണ്ട്. സോ അതിനകത്ത് എലമെൻറ്റ് സെലക്ട് ചെയ്തിട്ട് അതിന് ഹാഫ് ടൂൺ കൊടുക്കുക. അപ്ലൈ കൊടുത്താൽ ഇതിന് ഓക്കെ കൊടുക്കുക. ഒരു മങ്ങിയതായിട്ട് വന്നിട്ടില്ലേ? സോ അതുപോലെ തന്നെ ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഓവറൈഡ് ഗ്രാഫിക്സ് എലമെൻറ്റ്സ് ഹാഫ് ടൂൺ കൊടുക്കുക. ഇതുപോലെ നമ്മുടെ എലമെൻറ്റ്സിനെല്ലാം അങ്ങനെ കൊടുക്കുക. നിങ്ങളുടെ അതിനകത്ത് എന്തൊക്കെ എലമെൻറ്റ്സ് ഉണ്ടോ അതെല്ലാം ഇതുപോലെ ജസ്റ്റ് ഹാഫ് ടൂൺ കൊടുക്കുക.
അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ എന്ന് പറയുന്നത്. സിമ്പിളാണ്. എന്നിട്ട് നിങ്ങളത് സേവ് ചെയ്യുക. ഇടയ്ക്ക് വെച്ച് എൻ്റെ റെവിറ്റ് ഒന്ന് ക്രാഷായി, അതുപോലെ തന്നെ റെക്കോർഡ് ചെയ്തപ്പം അത് ചെയ്യാനും പറ്റിയില്ല. സോ അത്രേ ഉള്ളൂ, വീഡിയോ അത്രേ ഉള്ളൂ. സോ ഒന്ന് സേവ് ചെയ്താൽ മാത്രം മതി, ഇങ്ങനൊരു വ്യൂ കിട്ടും. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.